നമസ്കാരം. പ്രധാന വാർത്തകൾ. തിരുവനന്തപുരത്ത് മഴ ശക്തം. റേഷൻ കടയിൽ വെള്ളം കയറി. 100-ലധികം ചാക്ക് അരി നഷ്ടമായി. തിരുവനന്തപുരം വെള്ളറട പനച്ചമൂട് സർവീസ് സഹകരണ ബാങ്കിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന റേഷൻ കടയിൽ ശക്തമായ പെയ്ത മഴയിൽ വെള്ളം കയറി. 100-ലധികം ചാക്ക് റേഷനരി നഷ്ടപ്പെട്ടു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം മലയോര മേഖലയിൽ പെയ്ത മഴയാണ് റേഷൻ കടയിൽ നാശമുണ്ടാക്കിയത്. ബാങ്കിന്റെ കീഴ്നിലയിൽ പ്രവർത്തിക്കുന്ന റേഷൻ കടയിൽ നിരവധി സാധനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. പുറമേ ഉണ്ടായിരുന്ന അരിച്ചാക്കുകൾ മഴ സമയത്ത് തന്നെ ഇവിടെ നിന്ന് തൊഴിലാളികളെ കൊണ്ട് നീക്കം ചെയ്തതിനാൽ വലിയ നഷ്ടം ഒഴിവായി. ഇതിനു മുമ്പും ഇതുപോലെ ശക്തമായ മഴയിൽ കടയ്ക്കുള്ളിൽ വെള്ളം കയറി നിരവധി നഷ്ടം ഉണ്ടായിട്ടുണ്ട്. +1 വിദ്യാർത്ഥിയെ മർദ്ദിച്ച് സീനിയർ വിദ്യാർത്ഥികൾ. പാട്ടുപാടണമെന്ന ആവശ്യം. കണ്ണൂരിൽ +1 വിദ്യാർത്ഥിക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനം. കടവത്തൂർ ഗവൺമെന്റ് VHSSലാണ് സംഭവം. പാട്ടുപാടാൻ ആവശ്യപ്പെട്ട് സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് വിവരം. ഇന്ന് വൈകുന്നേരം സ്കൂൾ വിട്ട സമയത്താണ് സംഭവം നടന്നത്. മർദ്ദനത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥി ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൊച്ചുവേളി മൈസൂർ ട്രെയിനിൽ യാത്രക്കാർ തമ്മിലടിച്ചു. സ്ത്രീ യാത്രക്കാർ ഉൾപ്പെടെ ഭയന്ന് വിരണ്ടു. തിങ്കളാഴ്ച രാത്രി കായംകുളത്തിനും അമ്പലപ്പുഴയ്ക്കുമിടയിൽ ഏറ്റവും പിന്നിലെ ജനറൽ കോച്ചിലായിരുന്നു സംഭവം. യാത്രക്കാർ വിവരമറിയിച്ചതനുസരിച്ചെത്തിയ പോലീസ് സംഘത്തെ കസ്റ്റഡിയിലെടുത്തു. ആലപ്പുഴ സ്റ്റേഷനിലെത്തുമ്പോൾ RPFന് കൈമാറുമെന്നും പോലീസ് പറഞ്ഞു. ട്രെയിനുകളിൽ സുരക്ഷാ പരിശോധന കർശനമാക്കണമെന്നും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും യാത്രക്കാരുടെ സംഘടന ഫ്രണ്ട്സ് ഓഫ് റെയിൽസ് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. പത്തനംതിട്ടയിൽ ഓറഞ്ച് അലർട്ട്. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. പത്തനംതിട്ട ജില്ലയിലെ നിലവിലെ മഞ്ഞ അലർട്ട് ഓറഞ്ച് അലർട്ടായും തൃശൂർ, കണ്ണൂർ ജില്ലകളിലെ പച്ച അലർട്ട് മഞ്ഞ അലർട്ടായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉയർത്തി. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഉൾപ്പെടെ 3 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. 9 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. ആലപ്പുഴ, കാസർഗോഡ് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. ശിരൂരിൽ അർജുനായുള്ള തിരച്ചിൽ നാളെ പുനരാരംഭിക്കും. കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള ദൗത്യം വീണ്ടും തുടങ്ങുന്നു. നാവികസേനയുടെ നേതൃത്വത്തിൽ ഗംഗാവലിപ്പുഴയിൽ നാളെ തിരച്ചിൽ പുനരാരംഭിക്കും. ഇന്ന് കാർവാറിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. ഇന്ന് നാവികസേനയുടെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷമാണ് ദൗത്യം നാളെ പുനരാരംഭിക്കാൻ തീരുമാനമുണ്ടായിരിക്കുന്നത്. ഗംഗാവലിപ്പുഴയിലെ ഒഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിലാണ് നാളെ വീണ്ടും തിരച്ചിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. നാളെ പുഴയിൽ റഡാർ പരിശോധനയാകും നടക്കുക. ഇതിനുശേഷമാകും പുഴയിലേക്ക് ഇറങ്ങിയുള്ള തിരച്ചിൽ ഏത് വിധത്തിൽ വേണമെന്ന് തീരുമാനിക്കുക. നേരത്തെ ലോറി ഉണ്ടെന്ന സൂചന ലഭിച്ച ഭാഗത്താകും തിരച്ചിൽ നടത്തുക.